അതിന് നിയമമാണോ കാരണക്കാരൻ? നിയമവ്യവസ്ഥിതിയാണോ കാരണം? 6 പ്രധാനപ്പെട്ട സാക്ഷികളുള്ളതിൽ 24 പേരും കൂറുമാറിയ സാക്ഷികളാണ്. ഒരു രാഷ്ട്രീയപരമായ ഒരു കൈകടത്തൽ ഉണ്ടോ? നമ്മുടെ നിയമവ്യവസ്ഥിതി ഒരു നോക്കൂത്തിയാണോ എന്നുള്ളത് അത് ഹൈക്കോടതിയിൽ വന്ന സമയത്ത് ആ ഒന്നാം പ്രതി കേസിൽ ഇല്ലാത്ത ആളായിട്ട് അതിലെ ഒന്നാം പ്രതിയെ ഇന്ന് ഹൈക്കോടതി വെറുതെ വിട്ടിരിക്കുകയാണ്, അക്യൂറ്റ് ചെയ്തിരിക്കുകയാണ്. എങ്ങനെയാണ് ഈ ഒന്നാം പ്രതി ഇത്രയും നാളും പ്രതിയായിട്ട് തന്നെയായിരുന്നു ജയിലിൽ? മനസ്സും എന്റെ നിലപാടും മധുവിനും വിക്ടിമിനും അദ്ദേഹത്തിന്റെ കുടുംബത്തിനോടൊപ്പമാണ്. നമസ്കാരം. മനസാക്ഷിയെ ഞെട്ടിച്ചുകൊണ്ടൊരു വിധി കഴിഞ്ഞ ദിവസം ഹൈക്കോർട്ട് പുറപ്പെടുവിച്ചിട്ടുണ്ടായിരുന്നു. ആൾക്കൂട്ട കൊലപാതകം, മധു കൊലപാതക കേസിലെ ഒന്നാം പ്രതി വെറുതെ വിട്ടിരിക്കുകയാണ്. അതിനെക്കുറിച്ചൊരു ലീഗൽ അഡ്വൈസ് നമുക്ക് അഡ്വക്കേറ്റ് റിങ്കു പടിപ്പുരലിനോട് ചോദിച്ചറിയാം. നമസ്കാരം സർ. വളരെയധികം ചർച്ചാ വിഷയമായ ഒരു കേസായിരുന്നു മധു കൂട്ടക്കൊലപാതക കേസ്. ഒരുപാട് വർഷം എടുത്തതിന് ശേഷമായിരുന്നു അതിന്റെ വിധി വന്നതും കുറെ അധികം പ്രതികളെ ശിക്ഷിച്ചതും. എന്നാൽ ഇപ്പൊ കഴിഞ്ഞ ദിവസം ഹൈക്കോർട്ട് ഒന്നാം പ്രതിയെ വെറുതെ വിടുകയാണ് ചെയ്തത്. അതിൽ ഒരു പ്രതിക്ക് മുൻപുണ്ടായിരുന്ന അത് ശിക്ഷയേക്കാൾ കൂടുതൽ കൊടുക്കുകയും ചെയ്തു. ഇങ്ങനെ ഒരു വിധി വന്നപ്പോൾ നമ്മുടെ നിയമത്തിനോടും കോടതിയോടും ഇങ്ങനെയുള്ള വിധി പ്രസ്താവനകളോടും സമൂഹത്തിന് ഒരു ചോദ്യചിഹ്നമായി നിൽക്കുകയാണ്. എങ്ങനെ നമ്മൾ ജനങ്ങൾ ഒരു കോടതിയാണല്ലോ അന്തിമ തീരുമാനം. അപ്പൊ നമ്മൾ ആ കോടതിയെ നമ്മൾ റെസ്പെക്ട് ചെയ്യണം. അപ്പൊ അങ്ങനെ ഒരു കോടതിയിൽ നിന്ന് ഇങ്ങനൊരു വിധി വന്നപ്പോൾ അത് വളരെയധികം ചർച്ചാ വിഷയമായ ഒരു കാര്യമാണ്. അപ്പൊ താങ്കൾക്ക് കുറച്ചുകൂടെ കൂടുതൽ അതിനെക്കുറിച്ച് പറയാനായിട്ട് സാധിക്കും. എന്താണ്? ആദ്യമായി തന്നെ അതിനെക്കുറിച്ച് പ്രതികരിക്കുന്ന മുമ്പായി 2018 അട്ടപ്പാടിയിൽ നടന്ന ഈ മധുവിന്റെ ആൾക്കൂട്ട കൊലപാതകം, ഇതിനൊരു ഒപ്പീനിയൻ പറയുന്ന മുമ്പായി ആദ്യമായി ഒരു കാര്യം വ്യക്തമായി പറയാൻ ആഗ്രഹിക്കുകയാണ്. എൻ്റെ മനസ്സും എൻ്റെ നിലപാടും മധുവിനും വിക്ടിമിനും അദ്ദേഹത്തിന്റെ കുടുംബത്തിനോടൊപ്പമാണ്. പക്ഷെ എന്തുകൊണ്ട് നമ്മളിവിടെ ചർച്ചാ വിഷയമാകുന്നത്, അതിലെ ഒന്നാം പ്രതിയെ ഇന്ന് ഹൈക്കോടതി വെറുതെ വിട്ടിരിക്കുകയാണ്, അക്യൂറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ പൊതുസമൂഹത്തിനകത്തുണ്ടാകുന്ന ഒരു ചർച്ച നിയമവ്യവസ്ഥിതി പോരാ, കുറ്റവാളികൾക്ക് ശിക്ഷ ലഭിക്കുന്നില്ല, നമ്മുടെ നിയമവ്യവസ്ഥിതി ഒരു നോക്കൂത്തിയാണോ എന്നുള്ള തരത്തിൽ പോലും സോഷ്യൽ മീഡിയക്കകത്ത് ചർച്ച നടക്കും. ഇതാണല്ലോ നമ്മുടെ പ്രൈം ക്വസ്റ്റ്യൻ. ഒരു കുട്ടി പരീക്ഷ എഴുതാന്ന് കരുതുക, ആ കുട്ടി നല്ലപോലെ പഠിക്കുന്ന കുട്ടിയാണ് എന്നുള്ളത് കൊണ്ട് മാത്രം ആ കുട്ടിക്ക് 100-ൽ 100 മാർക്ക് കൊടുക്കാൻ സാധിക്കുമോ? ആ കുട്ടി ശരിയായ ഉത്തരം എഴുതിയാൽ മാത്രമല്ലേ നമുക്ക് അതിനകത്ത് മാർക്ക് ഇടാൻ സാധിക്കുള്ളൂ. അതായത് മാർക്ക് ലഭിക്കാൻ മാനദണ്ഡം എന്ന് പറയുന്നത് കറക്റ്റായിട്ടുള്ള ഉത്തരങ്ങളാണ്. അതുപോലെ തന്നെയാണ് നിയമത്തിനകത്ത് കൃത്യമായൊരു വിധി ലഭിക്കണമെന്നുണ്ടെങ്കിൽ ആ നിയമത്തിലുള്ള പ്രൊസീജിയേഴ്സ് കൃത്യമായി പാലിക്കപ്പെടുവാൻ സാധിക്കണം. ഒരു ചോദ്യം ഞാൻ അങ്ങോട്ട് വയ്ക്കുകയാണ്. എന്തുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ ചിന്തിക്കുന്നില്ല? നിയമവ്യവസ്ഥയിൽ നിന്നും അക്വിറ്റായി പോകുന്ന എല്ലാവരെയും നിരപരാധികളാണെന്നൊരു സ്റ്റേറ്റ്മെന്റ് എനിക്കില്ല, എന്നൊരു കാഴ്ചപ്പാട് എനിക്കില്ല. പക്ഷെ എന്തുകൊണ്ട് അത്തരത്തിൽ ആളുകൾ ഇതിൽ നിയമവ്യവസ്ഥയിൽ നിന്ന് നിയമവ്യവസ്ഥയിൽ നിന്ന് രക്ഷപ്പെട്ടു പോകുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു കോടതിക്ക് ഒരു ജഡ്ജ്മെന്റ് പുറപ്പെടുവിക്കണമെന്നുണ്ടെങ്കിൽ, ഒരു കുറ്റവാളിയെ ശിക്ഷിക്കണമെന്നുണ്ടെങ്കിൽ ആ പ്രൊസീജിയേഴ്സ്, നിയമം അനുശാസിക്കുന്ന പ്രൊസീജിയേഴ്സ് കൃത്യമായി പാലിച്ചെങ്കിൽ മാത്രമേ, അതാണ് അതിന്റെ ഫാക്ടർ, ആ പ്രൊസീജിയേഴ്സ് കൃത്യമായി പാലിച്ചെങ്കിൽ മാത്രമേ ഒരാളെ ശിക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ. എങ്ങനെയാണ് ഈ ഒന്നാം പ്രതി ഇത്രയും നാളും പ്രതിയായിട്ട് തന്നെയായിരുന്നു ജയിലിൽ ശിക്ഷ അനുഭവിച്ചൊരു വ്യക്തിയാണ്? അങ്ങനെയെങ്കിൽ മറ്റൊരു കോടതി ശിക്ഷിച്ചതാണ് ഈ ഒന്നാം പ്രതിയെ. അത് ഹൈക്കോടതിയിൽ വന്ന സമയത്ത് ആ ഒന്നാം പ്രതി കേസിൽ ഇല്ലാത്ത ആളായിട്ട് വാനിഷായി പോവാണ്. അവിടെയാണ് ഒരു സാധാരണക്കാർക്ക് അവിടെ ഒരു ക്വസ്റ്റ്യൻ ഉയരുന്നത്. അതിലെന്തെങ്കിലും ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് അതിനെന്തെങ്കിലും ഒരു രാഷ്ട്രീയപരമായ ഒരു കൈകടത്തൽ ഉണ്ടോ? അങ്ങനെയൊക്കെ ഉള്ള ഒരു സംശയമുള്ളത്. എങ്ങനെ അതിനകത്ത് കോടതി വിധിക്കകത്ത് എങ്ങനെ രാഷ്ട്രീയപരമായ കൈകടത്തൽ നടത്താൻ സാധിക്കുക? അതൊരിക്കലും സാധിക്കുകയില്ല. നോക്കൂ, നമ്മൾ ഓരോ കോടതി, ഇപ്പൊ സെഷൻസ് കോടതി, എല്ലാ കോടതികളും നിയമത്തിന്റെ വശങ്ങളെല്ലാം അവർ കൃത്യമായി പരിശോധിക്കും. ഹൈക്കോടതി അത് കൂടുതൽ പരിശോധിക്കും. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒന്നാം പ്രതിയായിട്ടുള്ള ഹുസൈൻ എന്ന് പറഞ്ഞ ആൾ ഇപ്പൊ അക്യൂറ്റായി പോയതാണ് നമുക്കിടയിലുള്ള ചർച്ചാ വിഷയം. എന്തുകൊണ്ടാണ് അദ്ദേഹം അക്യൂറ്റായി പോകാൻ കാരണമായത്? നിയമത്തിന്റെ കുഴപ്പം, വ്യവസ്ഥിതിയുടെ കുഴപ്പം കൊണ്ട് മാത്രമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഞാൻ മനസ്സിലാക്കുന്ന ആ കേസിനകത്ത് 36 സാക്ഷികളുള്ളതിൽ, 36 പ്രധാനപ്പെട്ട സാക്ഷികളുള്ളതിൽ 24 പേരും കൂറുമാറിയ സാക്ഷികളാണ്. എന്തേ പൊതുജനം അവരെക്കുറിച്ച് സംസാരിക്കുന്നില്ല? എന്തേ അവരാരും കുറ്റപ്പെടുത്തുന്നില്ല? എന്തുകൊണ്ടാണ് ഒന്നാം പ്രതി അക്യൂറ്റ് ആകാൻ പോകാനുള്ള മറ്റൊരു കാരണം, അദ്ദേഹം വെറുതെ വിടാനുള്ള മറ്റൊരു കാരണം, ഡിജിറ്റൽ എവിഡൻസ്, ഇലക്ട്രോണിക് എവിഡൻസ് സ്ട്രോങ് അല്ലാത്തത് കൊണ്ടാണ്.
അതിന് നിയമമാണോ കാരണക്കാരൻ? നിയമവ്യവസ്ഥിതിയാണോ കാരണം? ആ ഡിജിറ്റൽ എവിഡൻസ് അവിടെ കൊണ്ടുവരേണ്ടതും അന്വേഷണ ഉദ്യോഗസ്ഥൻ അത് കൃത്യമായി പരിശോധിക്കേണ്ടതും അതിനെ കൃത്യമായി പ്രസന്റ് ചെയ്യാനും സാധിക്കണം. എങ്കിൽ മാത്രമല്ലേ നിയമവ്യവസ്ഥയ്ക്ക് ഒരാൾ കുറ്റക്കാരനാണെന്ന് കണ്ട് ശിക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ. എങ്ങനെയായിരിക്കും ഇത്രയും ഒരു കാലയളവിൽ അയാളപ്പോ ഒരു കുറ്റവാളിയായി ഇത്രയും ദിവസം ശിക്ഷ അനുഭവിച്ചു പോകുന്നത്? ഒന്നാം പ്രതിയാണ്. രണ്ടാം പ്രതിയോ മൂന്നാം പ്രതിയോ അഞ്ചാം പ്രതിയോ അല്ല, ഒന്നാം പ്രതിയാണ്. ഒന്നാം പ്രതി ഇത്രയും നാളും ശിക്ഷ അനുഭവിച്ച് വന്നിട്ട് അപ്പോ അയാൾക്കെതിരെ തെളിവുകൾ ഉണ്ടായിരുന്നു. ഹൈക്കോടതി പോയ സമയത്ത് മാത്രമായിരുന്നു മതിയായ തെളിവുകൾ ഇല്ലാതായത്. അത് മനഃപൂർവ്വം നശിപ്പിക്കപ്പെട്ടതാണോ? താഴത്തെ കോടതിയിൽ എടുത്ത ഡിഫൻസുകളുടെയും താഴത്തെ കോടതിയിൽ നമ്മൾ ആ ഡിഫൻസിന്റെ ഹയർ ലീഗലായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ, ലീഗാലിറ്റി കൂടുതലാണ് ഹൈക്കോടതിയിൽ എടുക്കുന്നത്, ഹൈക്കോടതിയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. അല്ലെങ്കിൽ താഴത്തെ കോടതിയിൽ വിട്ടുപോയ എന്തെങ്കിലും കാര്യങ്ങൾ, അതാണ് ഹൈക്കോടതിയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഓരോ കോടതികൾ മേളിലോട്ട് അപ്പലന്റ് കോടതിയിലേക്ക് പോകുമ്പോൾ അത്തരത്തിലുള്ള വിട്ടുപോയ കാര്യങ്ങളും പരിഗണിക്കാതെ പോയ കാര്യങ്ങളെ കുറിച്ചായിരിക്കും നമ്മൾ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ താഴത്തെ കോടതിയിൽ ചിലപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം പരിഗണിക്കാതെ പോയിട്ടുണ്ടാവാം. ഈ പറയുന്ന ഇലക്ട്രോണിക് എവിഡൻസിന്റെ സാധ്യതകളെക്കുറിച്ച് പരിഗണിക്കാതെ പോയിട്ടുണ്ടാവാം. അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് താഴത്തെ കോടതിയിൽ ഇലക്ട്രോണിക്കൽ എവിഡൻസിന്റെ ഒന്നാം പ്രതിക്കെതിരെയുള്ള എവിഡൻസ്, അതിനെക്കുറിച്ചുള്ള ഡീപ്പായിട്ടുള്ള ഒരു ക്രിട്ടിസൈസ് അതിനകത്ത് നടന്നിട്ടില്ല എന്നും, ഹൈക്കോടതിയിൽ പോയപ്പോൾ ആ എവിഡൻസ് അത് സ്റ്റാൻഡ് ചെയ്യുന്ന അല്ല എന്നും ഹൈക്കോടതിക്ക് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം അക്വിറ്റായി പോയതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ അപ്പോൾ ആ വീക്കായിട്ടുള്ള എവിഡൻസ് അവിടെ കൊടുത്ത ആളുകളാണോ കുറ്റക്കാർ, അതോ നിയമവ്യവസ്ഥിതിയാണോ നമ്മൾ കുറ്റം പറയേണ്ടതെന്നല്ലേ നമ്മൾ ചിന്തിക്കേണ്ടത്? പ്രതി വിട്ടുപോയതിനെ കുറിച്ച് നമ്മൾ പറയുന്നു, അധികം ആരും ചർച്ച ചെയ്യുന്നില്ല. അതിനകത്ത് കൃത്യമായ തെളിവുകൾ ഉള്ളതുകൊണ്ട് രണ്ടാം പ്രതി അടക്കമുള്ള ആളുകൾക്ക് 7 വർഷം ശിക്ഷ ലഭിച്ച ആളുകളുടെ ശിക്ഷ കാലാവധി എൻഹാൻസ് ചെയ്ത് ലൈഫ് ഇംപ്രിസൺമെന്റ് കൊടുത്തിട്ടുണ്ട്. കുറ്റക്കാരാണെന്ന് കണ്ടു കഴിഞ്ഞാൽ കൃത്യമായിട്ടുള്ള നടപടി ഉണ്ടാകുന്നുണ്ട്, കൃത്യമായിട്ടുള്ള ശിക്ഷ ലഭിക്കുന്നുണ്ട്. എന്തുകൊണ്ട് അതിനെക്കുറിച്ച് ആരും ചർച്ച ചെയ്യാതെ പോകുന്നത്? നമ്മൾ നിയമവ്യവസ്ഥിതിയെ ഇത്തരത്തിൽ നമ്മൾ ചോദ്യം ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ നാളുകളിൽ നമ്മളുടെ അവസാന പ്രതീക്ഷ എന്ന് പറയുന്ന നിയമമാണ്, അതിൽ ആളുകൾ വിശ്വസിക്കാത്ത സാഹചര്യം ഉണ്ടാവും. അതുകൊണ്ട് എനിക്ക് പറയാനുള്ള അനാവശ്യമായിട്ടുള്ള തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന പരാമർശങ്ങൾ പൊതുജനങ്ങൾ ഒഴിവാക്കേണ്ടതാണെന്നാണ് എനിക്ക് പറയാനായിട്ടുള്ളത്.